ഇപ്പോൾ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണെങ്കിൽ, ഉത്തരവാദപ്പെട്ടൊരു നേതാവാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ നേതാവാണെങ്കിൽ പറയുന്നത് എന്തായിരിക്കും എന്ന് നോക്കാം. NDA മുന്നണിയുടെ BJP മുന്നണിയുടെ നേതാവാണ് ഞാനെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ പോസ്റ്റിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വീഡിയോയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് അത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അത് ഞാനായിരുന്നെങ്കിൽ. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 4-ാം തീയതി മാത്രമേ പുറത്തു വരികയുള്ളൂ. അന്നാണ് ഫലപ്രഖ്യാപനം. അപ്പോൾ ആ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിവ് പോലെ ഇപ്പോഴും 3 മുന്നണികൾ, ഇവിടെ പ്രധാനമായും 3 മുന്നണികളാണുള്ളത്. അതിൽ പ്രബലമായ 2 മുന്നണികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയുമാണ്. എന്നാൽ ചില മണ്ഡലങ്ങളിലൊക്കെ ത്രികോണ മത്സരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ NDA മുന്നണിയും തിരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മുന്നണികൾ തമ്മിലാണ് ഇവിടെ മത്സരം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ 3 മുന്നണികളും വലിയ വിജയം ഒക്കെ പ്രതീക്ഷിക്കുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഐക്യജനാധിപത്യ മുന്നണിക്കാരാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയൊക്കെ വലിയ അടിപിടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഫലപ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല താനും. അപ്പോൾ എന്തായിരുന്നാലും വലിയ പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. ഇടതുപക്ഷവും വിജയം പ്രതീക്ഷിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. NDA മുന്നണിയുടെയും ചില നേതാക്കന്മാർ, BJP മുന്നണിയുടെയും ചില നേതാക്കന്മാർ അധികാരത്തിൽ വരുമെന്നൊക്കെ അങ്ങ് പ്രഖ്യാപിച്ച് കളയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാനാണ് ഈ ഓരോ മുന്നണികളുടെയും നേതാവെങ്കിൽ ഞാൻ ഈ സന്ദർഭത്തിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്തായിരിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ പോസ്റ്റിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണെങ്കിൽ, ഉത്തരവാദപ്പെട്ടൊരു നേതാവാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 50 വർഷം കൊണ്ട് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ ഈ 10 വർഷക്കാലവും കേരളത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഒരു ജനപക്ഷ ഗവൺമെൻറ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു മന്ത്രിമാരെക്കുറിച്ചും എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഈ 10 വർഷ കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ 10 വർഷക്കാലം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും മുൻനിർത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDFന് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കും. അതിനുള്ള ഭൂരിപക്ഷം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഫലം വന്നിട്ട് കാണാം. ഇതായിരിക്കും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണെങ്കിൽ പറയുന്നത്. ഇനി ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ നേതാവാണെങ്കിൽ പറയുന്നത് എന്തായിരിക്കും എന്ന് നോക്കാം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഐക്യജനാധിപത്യ മുന്നണി UDF ശക്തമായൊരു പ്രതിപക്ഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷക്കാലം ഇവിടെ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുവാനും വിമർശന ബുദ്ധിയോടുകൂടി ഗവൺമെൻറ്റിനെ വിലയിരുത്തുവാനും ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരായിട്ട്, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പല ആക്ഷേപങ്ങളും ഉന്നയിക്കുവാനും ജനങ്ങൾക്കിടയിൽ ഗവൺമെൻറ്റിനെ തുറന്നു കാട്ടുവാനും പരമാവധി ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുവെന്നാണ് കണക്കാക്കാവുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ വെറുത്തിരിക്കുന്നുവെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് UDFന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. ബാക്കിയൊക്കെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. ഇനി NDA മുന്നണിയുടെ, BJP മുന്നണിയുടെ നേതാവാണ് ഞാനെങ്കിൽ
ഞാൻ പറയുന്നതായിരിക്കും. BJP കേരളത്തിൽ മുൻകാലങ്ങളേക്കാൾ വളർന്നിട്ടുണ്ട്. നമ്മുടെ വോട്ട് ഷെയറുകളെല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഇല്ലെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കുവാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ചു കയറാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും BJP വിജയപ്രതീക്ഷയോടെ ആണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം സൃഷ്ടിക്കുവാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങൾ ജയിച്ചു വരുമെന്ന പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അധികാരത്തിൽ വന്നാൽ, നേരിയ ഭൂരിപക്ഷത്തിലൊക്കെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, ഉള്ള സീറ്റുകൾ കൊണ്ട് തന്നെ നിയമസഭയിൽ ശക്തമായൊരു സാന്നിധ്യമാകുവാനും നിർണായകമായൊരു ശക്തിയായി മാറുവാനും NDA മുന്നണിക്ക് കഴിയും. അപ്പോൾ ആ തരത്തിലുള്ള റിസൾട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികാരത്തിലേറാനൊന്നും ഇപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം ഈ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിയും. ഏതാനും സീറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് 4-ാം തീയതി കഴിഞ്ഞിട്ട് കാണാം. കാത്തിരിക്കുക. യഥാർത്ഥത്തിൽ ഇവിടുത്തെ 3 മുന്നണികളുടെയും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കുമൊക്കെ തന്നെ ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മിതമായ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാവുന്നതേ ഉള്ളൂ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത അവകാശവാദങ്ങളിലേക്കൊക്കെ പോകുന്നത്?